9745-633 അമ്മത്തല്ല പഴമയിൽ നിന്നൊരു പുതുമാണ്. മാസ്റ്റർ മൈൻഡിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങിയെത്തുന്നു. അപ്പോൾ എന്തായാലും മൊത്തം 5 മത്സരാർത്ഥികളായിരുന്നു ഫൈനൽ മത്സരത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗ്യത നേടിയവർ. ബെന്നി, ഹാഫിസ് റഹ്മാൻ, കരീംലാല, അജിത് ആൻഡ് അർഷാദ്. ഇതിൽ 4 പേരുന്ന മത്സരത്തിനെത്തി. ബെന്നി, ഹാഫിസ് റഹ്മാൻ, കരീംലാല ആൻഡ് അജിത്. ഇപ്പോൾ അർഷാദ് എന്നെ വിളിച്ചിരുന്നു. അർഷാദിന് സുഖമില്ലാതെ ഡോക്ടറെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. തീരെ കാലൊക്കെ എന്തോ ഉളുക്കി വലിയ പ്രശ്നത്തിലാണ്. അപ്പോൾ തീരെ വന്ന് ലൈവിലേക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അർഷാദ് ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയിച്ചത്. അപ്പോൾ അർഷാദ് എന്നോട് ചോദിച്ചിരിക്കുന്നത് മറ്റൊരു അവസരത്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് എനിക്ക് മത്സരിക്കാൻ അവസരം നൽകുമോ എന്നാണ്. എന്തായാലും നെക്സ്റ്റ് വീക്കിലേക്ക് കൊടുക്കാമെന്ന് ഇപ്പോൾ ഞാൻ വാക്ക് തരുന്നു. പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഒരുപാട് പേരുടെ ആധിക്യം ഉണ്ടാകുമോ, ഒരുപാട് പേർ ഫൈനൽ മത്സരത്തിലേക്ക് കടന്നു വരുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ വരുന്നവരെ കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്തിനെ ഇനി അർഷാദിനെ എനിക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ശരി, അടുത്ത ആഴ്ചത്തേക്ക് നോക്കാമെന്ന് ഞാൻ തൽക്കാലം പറയുന്നു, വിഷമിപ്പിക്കുന്നില്ല. അപ്പോൾ അർഷാദിന് എത്രയും വേഗം അസുഖമൊക്കെ മാറി സുഖമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഡോൺ വറി, കാലത്ത് കുട്ടിയത് വേഗം ശരിയാവട്ടെ, സുഖപ്പെടട്ടെ. അപ്പോൾ എന്തായാലും ഇന്ന് മത്സരിച്ചവരെല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആരും ഒട്ടും മോശമായിട്ടൊന്നും പെർഫോം ചെയ്തില്ല. കുറച്ച് തീരെ പോയിന്റുകൾ അധികം അങ്ങോട്ട് സ്വന്തമാക്കാൻ കഴിയാത്തപോലെ കരീംലാലയ്ക്കാണ്. ജീവിതരേഖയിൽ നിന്ന് രക്തസമ്മർദ്ദം ആയുർവേദ ചികിത്സ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഷാൻജ ബിക്കറ്റ് ആയുർവേദിക് സെന്ററിലെ ഡോക്ടർ സുരേഷ് കുമാറാണ്. ഹലോ. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ്. ഞാൻ ദോഹയിൽ നിന്നാണ് മജീദാണ്. മജീദ് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. കേൾക്കുന്നുണ്ട്, പറയൂ മജീദ്. ഞാൻ ഒരു 5 വർഷത്തോളമായി ബിപിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം കോങ്കറായിരുന്നു കഴിച്ചിരുന്നത്. ഇപ്പൊ ഇടയായിട്ട് ഞാൻ പിന്നെ കവറസിൽ നിന്നുള്ള ടാബ്ലറ്റ്സാണ് കഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്, ഇടയ്ക്ക് കഴിക്കാറില്ല പോകുന്നത്. ശരി. അപ്പൊ ആദ്യം എനിക്കത് അങ്ങനെ ഒരു 90, 110, 160 ഉണ്ടായിരുന്നു. പിന്നീട് അത് പിന്നെ 90 അടുക്കൊക്കെ ആദ്യം സമയത്ത് വീട്ടിൽ മിക്കവാറും നോർമലായി. ശരി. ഇവിടെ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കൂടും. ഈയിടെ ഇപ്പൊ ഡോക്ടർ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ അത് വളരെ ഒരു സത്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനിപ്പോൾ രാത്രി തന്നെ ഒരു ഡോക്ടർ അറിയാട്ട് ചെല്ലുന്ന സമയത്ത് ഒരു ദിവസം പരിശോധിച്ചാലും പിന്നെ 100, 160 ഒക്കെ തൊട്ടടുത്ത ദിവസം പരിശോധിച്ചാൽ ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ട് തന്നാൽ പിന്നീട് 90, 140 ഒക്കെ ആയിരിക്കും. ഇപ്പം മെനിയാന്ന് കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഞാൻ ഇവിടെ ഡോക്ടർക്ക് തന്നെ ചെന്നപ്പോൾ